നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ശീല ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വല്ലച്ചിറ കടവിൽ കുടുംബാംഗങ്ങളുടെ 4ാമത് കുടുംബസംഗമം സംഘടിപ്പിച്ചു. വല്ലച്ചിറ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് കുടുംബസംഗമം ഒരുക്കിയത്. ചൊവ്വൂർ സെന്റ് വിൻസെന്റ് പോൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നേത്രദാനം നടത്തിയവർക്കായി ആദരം സംഘടിപ്പിച്ചു. കഴിഞ്ഞ ഒരു വർഷം മേഖലയിൽ നേത്രദാനം ചെയ്ത 8 കുടുംബങ്ങൾക്കായിരുന്നു ആദരം. കാർഷിക മേഖലയെ കേന്ദ്ര സർക്കാർ ദുർബലപ്പെടുത്തുകയാണെന്ന് EP ജയരാജൻ. കേരള കർഷക സംഘം ജില്ലാ കൺവെൻഷൻ തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വാർത്തകൾ വിശദമായി. വല്ലച്ചിറ കടവിൽ കുടുംബാംഗങ്ങളുടെ 4ാമത് കുടുംബസംഗമം സംഘടിപ്പിച്ചു. വല്ലച്ചിറ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് കുടുംബസംഗമം ഒരുക്കിയത്. സിനിമാ രംഗത്ത് 50 വർഷം പൂർത്തിയാക്കിയ നടൻ TG രവി കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. TG രവിയെ കടവിൽ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് KG അരവിന്ദാക്ഷൻ ആദരിച്ചു. തൃശൂരിലെ മുർക്കനിക്കര സ്വദേശിയായ TG രവീന്ദ്രനാഥൻ പ്രൈമറി തലത്തിൽ നൃത്തത്തിലും സെക്കൻഡറി തലത്തിൽ കഥാപ്രസംഗത്തിലും എഞ്ചിനീയർ എന്ന നിലയിലും വ്യവസായത്തിലും നാടക സിനിമാ നടൻ, സിനിമാ നിർമ്മാതാവ് എന്നീ നിലകളിലും കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അഖില കേരള എഴുത്തച്ഛൻ സമാജം പ്രസിഡന്റ് എന്നീ നിലകളിലും മികവ് തെളിയിച്ചതായി കടവിൽ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് KG അരവിന്ദാക്ഷൻ അഭിപ്രായപ്പെട്ടു. കേരള ഹൈക്കോടതിയും കേരള മീഡിയേഷൻ കൺസിലിയേഷൻ സെന്ററും കേരളത്തിലെ ഈ വർഷത്തെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച മീഡിയേറ്ററായി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് TR ഗിരീന്ദ്രബാബുവിനെയും ചടങ്ങിൽ ആദരിച്ചു. ദി ഹിന്ദു ഗ്രൂപ്പ് ഓഫ് പബ്ലിക്കേഷൻസ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ JNK മണി, സെക്രട്ടറി KS ബാലകൃഷ്ണൻ, KK രാജു, KM മനോജ്, ദിലീപ് കുമാർ, പ്രസീത പ്രകാശ്, KV അനിലൻ, രജിത മുരളീധരൻ, KK സുഭാഷ് എന്നിവർ സംസാരിച്ചു. പ്രൈമറി, SSLC, +2, PG പരീക്ഷകളിൽ വിജയം നേടിയ വിദ്യാർത്ഥികൾ, സ്കൂൾ കലോത്സവത്തിൽ മികവ് തെളിയിച്ചവർ എന്നിവരെയും കുടുംബസംഗമത്തിൽ ആദരിച്ചു. ചൊവ്വൂർ സെന്റ് വിൻസെന്റ് പോൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നേത്രദാനം നടത്തിയവർക്കായി ആദരം സംഘടിപ്പിച്ചു. കഴിഞ്ഞ ഒരു വർഷം മേഖലയിൽ നേത്രദാനം ചെയ്ത 8 കുടുംബങ്ങൾക്കായിരുന്നു ആദരം. ഞായറാഴ്ച വൈകിട്ട് ചൊവ്വൂർ പള്ളി ഹാളിൽ നടന്ന ആദര ചടങ്ങ് ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു നേത്രദാനം, മഹാദാനം എന്ന നമുക്ക് ആശയം അവതരിപ്പിച്ച് നമ്മുടെ മുൻ വികാരിയച്ഛൻ ജോൺസൺ കുമ്പോളത്തിൽ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അച്ഛൻ അത് ഏൽപ്പിച്ചത് ശക്തമായ കരങ്ങളിലാണ്. സെന്റ് വിൻസെന്റ് പോൾ സൊസൈറ്റിയിലാണ്. നമ്മുടെ നാട്ടിലെ നിരവധി പ്രവർത്തനങ്ങൾ, നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി അരി തൊട്ട് അസുഖം ബാധിച്ചവർക്ക് മരുന്ന് തൊട്ട് ഒട്ടനവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന വിൻസെന്റ് പോൾ സൊസൈറ്റിയെ ഏൽപ്പിച്ചപ്പോൾ തന്നെ അച്ഛനെ അതിനെക്കുറിച്ചുള്ള ഒരു ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു. വളരെ ഭംഗിയായി ഇവിടെ അവതരിപ്പിച്ചത് റിപ്പോർട്ടിൽ പറഞ്ഞ 38 ആളുകളുടെ 38 ദാതാക്കൾ, അങ്ങനെ 76 കണ്ണുകൾ നമുക്ക് ഇത്രയും ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് നമുക്ക് കിട്ടി. അത്രയും വെളിച്ചം നമുക്ക് പകരാനായിട്ട് സാധിച്ചു. അതിൽ പ്രത്യേകമായിട്ട് വിൻസെന്റ് പോൾ സൊസൈറ്റിയെ ഈ അവസരത്തിൽ അനുമോദിക്കുകയാണ്. നവവൈദികൻ ഫാദർ സാന്റിയോ എലുവത്തിങ്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് മെമ്പർ എൽവിയ ദേവസി, ഹോളി ഫാമിലി കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ ഷാൻസി ജോർജ്, കൈക്കാരൻ ആൻഡ്രൂ പെരുമ്പുള്ളി, പഴുവിൽ AC പ്രസിഡന്റ് TP വോഗീസ് എന്നിവർ നേത്രദാതാക്കളുടെ കുടുംബങ്ങൾക്കുള്ള ആദരം നിർവഹിച്ചു. സംഘടനാ പ്രസിഡന്റ് AV ജോസ് അധ്യക്ഷനായി. സെക്രട്ടറി അജിത് ആളൂക്കാരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംഘടനാ വൈസ് പ്രസിഡന്റ് സോജി ഫ്രാൻസിസ്, ട്രഷറർ ജോസ് മാറോക്കി എന്നിവർ സംസാരിച്ചു. കാർഷിക മേഖലയെ കേന്ദ്ര സർക്കാർ ദുർബലപ്പെടുത്തുകയാണെന്ന് EP ജയരാജൻ. കേരള കർഷക സംഘം ജില്ലാ കൺവെൻഷൻ തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ നിന്നുള്ള കാർഷിക മേഖല കോർപ്പറേറ്റുകൾക്ക് വിഹരിക്കാൻ കേന്ദ്ര സർക്കാർ വിട്ടുകൊടുക്കുകയാണെന്ന് കിസാൻ സഭ ദേശീയ വൈസ് പ്രസിഡന്റ് കൂടിയായ CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ പറഞ്ഞു. കാർഷിക മേഖലയെ കേന്ദ്ര സർക്കാർ ദുർബലപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു.
കേരള കർഷക സംഘം തൃശൂർ ജില്ലാ കൺവെൻഷൻ തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് പി. വോഗീസ് അധ്യക്ഷനായി. കർഷക സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി AC മൊയ്തീൻ MLA, ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി PK ഡേവിസ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ TA രാമകൃഷ്ണൻ, MM അവറാച്ചൻ, KV സജു, ജില്ലാ ജോയിന്റ് സെക്രട്ടറി സെബി ജോസഫ്, വൈസ് പ്രസിഡന്റുമാരായ M ബാലാജി, PA ബാബു, ഗീത ഗോപി, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ MN സത്യൻ, TG ശങ്കരനാരായണൻ എന്നിവർ സംസാരിച്ചു. തൃശൂർ സഹോദയ സ്കൂൾ കോംപ്ലക്സ് സംഘടിപ്പിച്ച കാറ്റഗറി 1 കിഡ്സ് ഫെസ്റ്റിൽ കയ്പമംഗലം ഹിറ ഇംഗ്ലീഷ് സ്കൂൾ ഓവറോൾ ജേതാക്കളായി. ചെമ്മണ്ണൂർ അമൽ ഇംഗ്ലീഷ് സ്കൂളിലാണ് കിഡ്സ് ഫെസ്റ്റ് നടന്നത്. തൃശൂർ ജില്ലയിലെ 50ഓളം CBSE സ്കൂളുകൾ പങ്കെടുത്ത കിഡ്സ് ഫെസ്റ്റിലാണ് കയ്പമംഗലം ഹിറ ഇംഗ്ലീഷ് സ്കൂൾ ജേതാക്കളായത്. സ്കൂളിൽ നടന്ന അനുമോദന യോഗത്തിൽ പ്രിൻസിപ്പൽ പ്രീത ഗോപാൽ അധ്യക്ഷയായി. സ്കൂൾ ചെയർമാൻ PA അബ്ദുൽ ഗഫൂർ, സെക്രട്ടറി PM മുഹമ്മദ്, അഡ്മിനിസ്ട്രേറ്റർ അബ്ദുൾ മുത്തലീബ്, PTA പ്രസിഡന്റ് അഷിത അരുൺ എന്നിവർ സംസാരിച്ചു. കിഡ് ഫെസ്റ്റ് വിജയികൾ, പരിശീലനം നൽകിയ അധ്യാപകർ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. Combined position of category 1 and 2, 12th position out of nearly 50 schools participated. So this is really a great achievement for Hira School is concerned. ഇന്ന് ഹിറയുടെ ചരിത്രത്തിൽ മറ്റൊരു നാഴികക്കല്ലുകൂടെ കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മുടെ കുഞ്ഞുമക്കൾ. വളരെ സന്തോഷത്തോടുകൂടിയും അഭിമാനത്തോടുകൂടിയും തന്നെയാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. പാരൻസിന്റെ പ്രതിനിധി എന്ന നിലയിൽ വളരെയധികം സന്തോഷമുണ്ട്. കുട്ടികളെക്കാൾ ഉപരി സമയത്ത് നമ്മൾ ഒരുപാട് സന്തോഷിച്ചിരുന്നു, ഒരുപാട് അഭിമാനത്തോടുകൂടെ നമ്മൾ ഇതുപോലൊരു ഫംഗ്ഷൻ ഇവിടെ നടത്തിയിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ കുഞ്ഞുമക്കളും നമ്മുടെ സ്കൂളിന് വേണ്ടി എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, അവരെ പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങൾ എത്രത്തോളം ഭംഗിയായിട്ട് കുട്ടികൾക്കും പാരൻസും എല്ലാവർക്കും. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ വലപ്പാട് ഉപജില്ലാ സമ്മേളനം നടന്നു. ചന്ദ്രപിന്നിയിലാണ് ഉപജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചത്. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സക്കറിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. KATF വലപ്പാട് ഉപജില്ലാ പ്രസിഡന്റ് അദീബ് അധ്യക്ഷനായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് MA സാദിഖ്, ജില്ലാ പ്രസിഡന്റ് മുസിൻ പാടൂർ, ഉപജില്ലാ സെക്രട്ടറി MA ഫൈസൽ, വനിതാ ചെയർപേഴ്സൺ സുമയ്യ എന്നിവർ സംസാരിച്ചു. തൃശൂരിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സ്വർണ്ണക്കപ്പിന് സ്വീകരണം നൽകി മതിലകം സെന്റ് ജോസഫ് സ്കൂൾ. അധ്യാപകരും വിദ്യാർത്ഥികളും ജനപ്രതിനിധികളും രക്ഷിതാക്കളും ചേർന്നാണ് സ്വർണ്ണക്കപ്പിനെ സ്വീകരണം നൽകിയത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ ഘോഷയാത്രയായാണ് സ്വർണ്ണക്കപ്പിന് മതിലകം സ്കൂളിലേക്ക് ആനയിച്ചത്. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ അധ്യക്ഷയായി. സ്കൂൾ മാനേജർ ഫാദർ ഷൈജൻ കളത്തിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PH നിയാസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PM ആൽഫ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MA ബിനേഷ്, പഞ്ചായത്ത് അംഗം ബീന റഹീം, വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ ഗിരീഷ് ചോലയിൽ, കൊടുങ്ങല്ലൂർ AEO മൊയ്തീൻകുട്ടി, BPC പ്രശാന്ത്, സ്കൂൾ പ്രിൻസിപ്പൽ ഡൊമിനിക് സാവിയോ, പ്രധാനാധ്യാപകൻ ജോജി, PTA പ്രസിഡന്റ് CM ജുഗ്നു എന്നിവർ സംസാരിച്ചു. നമ്മുടെ തൃശ്ശൂരിൽ നമ്മുടെ സാംസ്കാരിക കേന്ദ്ര നഗരിയിലാണ് നടത്തപ്പെടുന്നത്. 14 മുതൽ 18 വരെയാണ് മേള നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് എല്ലാ മണ്ഡലങ്ങളിലും ഈ സ്വർണ്ണക്കപ്പിന്റെ ഘോഷയാത്രയും സ്വീകരണവും നടക്കുന്നത്. അതിന്റെ ഭാഗമായി നമുക്കും അങ്ങനെ ഒരു അവസരം ലഭിച്ചു. നമ്മുടെ പ്രിയപ്പെട്ട MLA അതിനുവേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടാണ്. ഒരു അടിയന്തര യോഗത്തിൽ പങ്കെടുക്കേണ്ടത് കൊണ്ട് മാഷ് തിരുവനന്തപുരത്താണ്. പക്ഷെ നമ്മുടെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ സംഘാടനവും അതുപോലെ തന്നെ ഏറ്റവും മികവുറ്റതാക്കാനായിട്ട് നമുക്ക് സാധിച്ചു. അതിൽ ഓരോ കമ്മിറ്റികളും നമ്മുടെ സ്കൂളിലെ അധ്യാപകരടങ്ങുന്ന കൺവീനർമാര്, ജനപ്രതിനിധികളടങ്ങുന്ന ചെയർമാൻമാര് എല്ലാവരും, അതുപോലെ തന്നെ PTA പ്രസിഡന്റുമാർ, ആരെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല. തൃശ്ശൂർ മാത്രമല്ല, തൃശ്ശൂർ ജില്ലയാകെ, അതിന് മലപ്പുറവും പാലക്കാടും ഒക്കെ അതിൻ്റെ സമീപ പ്രദേശങ്ങളൊക്കെ വരുന്ന ജില്ലകളാകെ ഏഷ്യയിലെ വലിയ കലോത്സവത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ. കുട്ടികളുടെ ഏറ്റവും അടിത്തട്ടിൽ മുതൽ നടക്കുന്ന മത്സരങ്ങളിൽ നിന്ന് ഏറ്റവും യോഗ്യരായവരെ തിരഞ്ഞെടുക്കപ്പെട്ട വലിയൊരു കലോത്സവം മാറ്റുരയ്ക്കലാണ് നടക്കുന്നത്. നമുക്കിവിടെ ഈ സ്വർണ്ണക്കപ്പ് ഇവിടെ എത്തിച്ചേർന്നതും അതിനനുചിതം യോഗ്യമായ രീതിയിൽ തന്നെ നമുക്ക് സ്വീകരണം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം.
സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായുള്ള സ്വർണ്ണക്കപ്പിനെ ചന്ദ്രാപന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ ആവേശകരമാം സ്വീകരണം. വിവിധ വാദ്യമേളങ്ങളോടെ ഘോഷയാത്രയോടെയാണ് സ്വർണ്ണക്കപ്പിനെ വിദ്യാർത്ഥികൾ വരവേറ്റത്. ഘോഷയാത്രയ്ക്ക് ശേഷം സ്കൂളിൽ നടന്ന സ്വീകരണ സമ്മേളനം ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PI സജിത ഉദ്ഘാടനം ചെയ്തു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം അമൽ ടി പ്രേമൻ, നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു, സ്കൂൾ പ്രിൻസിപ്പൽ PK ശ്രീജീഷ്, പ്രധാനാധ്യാപകൻ KS കിരൺ, ഡെപ്യൂട്ടി പ്രധാനാധ്യാപകൻ KS ബിന്ദു, അൺഎയ്ഡഡ് പ്രിൻസിപ്പൽ VB സജിത്ത്, PTA പ്രസിഡന്റ് AV പ്രദീപ് ലാൽ എന്നിവർ സംസാരിച്ചു. 4000-ലധികം വിദ്യാർത്ഥികളും അധ്യാപകരും PTA ഭാരവാഹികളും ജനങ്ങളും എല്ലാം ഒത്തുചേർന്നുകൊണ്ട് ആ സ്വർണ്ണക്കപ്പിനെ സ്വീകരിക്കുന്നതിനുള്ള ഏറ്റവും വലിയ മഹത്തായ ഒരു സ്വീകരണ പരിപാടിയാണ് ചന്ദ്രാപന്നി ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്നിവിടെ ഒരുക്കിയിരിക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയ സമയമെടുത്തുകൊണ്ട് ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിൽ മാത്രം വരുന്ന ഈ ഒരു സ്വർണ്ണക്കപ്പ് നമ്മളെല്ലാം കൺകുളിർക്കെ വളരെ സന്തോഷത്തോടുകൂടി അതിൻ്റെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും നമ്മൾ ഭരണസമിതിയിൽ ഇരിക്കുന്ന കാലഘട്ടങ്ങളിലും ഈ കൊച്ചുമക്കൾ 4000-ലധികം വരുന്ന വിദ്യാർത്ഥികൾ ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും മഹത്തായ കൺകുളിർക്കെ കാണാവുന്ന ഏറ്റവും വലിയൊരു അവസരമാണ് ചന്ദ്രാപന്നി സ്കൂളിന് ലഭിച്ചിരിക്കുന്നത് എന്നുള്ള സ്വർണ്ണക്കപ്പ് കഴിഞ്ഞ വർഷം നമുക്ക് തൃശ്ശൂർ ജില്ലയ്ക്കാണ് കിട്ടിയത്. ഈ വർഷവും നമ്മുടെ സ്കൂളിൽ നിന്ന് 50-ൽ പരം വിദ്യാർത്ഥികൾ ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ പ്രാവശ്യവും നമുക്ക് തന്നെ ലഭിക്കും. കയ്പമംഗലം കാളമുറിയിൽ സ്വകാര്യ ബസ്സിടിച്ച് പെട്ടി ഓട്ടോറിക്ഷ മറിഞ്ഞു. അപകടത്തിൽ ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റു. തിങ്കളാഴ്ച രാവിലെ 9:30 കാളമുറിക്ക് തെക്ക് ഭാഗത്ത് ദേശീയപാത സർവീസ് റോഡിലായിരുന്നു അപകടം. 3 പീടിക ഭാഗത്തേക്ക് സിമന്റ് കയറ്റി പോയിരുന്ന പെട്ടി ഓട്ടോറിക്ഷയ്ക്ക് പുറകിൽ സ്വകാര്യ ബസ്സിടിച്ചായിരുന്നു അപകടം. ഗുരുവായൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോയിരുന്ന സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാണ് അപകടത്തിനിടയാക്കിയത്. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട പെട്ടി ഓട്ടോറിക്ഷ തലകീഴായി മറിഞ്ഞായിരുന്നു അപകടം. അപകടത്തിൽ ഓട്ടോ ഡ്രൈവർ ചളിങ്ങാട് സ്വദേശി ജമാലിന് പരിക്കേറ്റു. ഡ്രൈവറെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 13,030 രൂപ, പവന് 1,04,240 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വല്ലച്ചിറ കടവിൽ കുടുംബാംഗങ്ങളുടെ 4ാമത് കുടുംബസംഗമം സംഘടിപ്പിച്ചു. വല്ലച്ചിറ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് കുടുംബസംഗമം ഒരുക്കിയത്. ചൊവ്വൂർ സെന്റ് വിൻസെന്റ് പോൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നേത്രദാനം നടത്തിയവർക്കായി ആദരം സംഘടിപ്പിച്ചു. കഴിഞ്ഞ 1 വർഷം മേഖലയിൽ നേത്രദാനം ചെയ്ത 8 കുടുംബങ്ങൾക്കായിരുന്നു ആദരം. കാർഷിക മേഖലയെ കേന്ദ്ര സർക്കാർ ദുർബലപ്പെടുത്തുകയാണെന്ന് EP ജയരാജൻ. കേരള കർഷക സംഘം ജില്ലാ കൺവെൻഷൻ തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.